നമ്മുടെ ഈ കുഞ്ഞു മക്കൾ അവരുടെ സഹപാഠികളൊക്കെ വരുന്നു, അവരുടെ ദുഃഖം അത് നമുക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. നമ്മൾ അവരുടെ ആ പേര് വിളിച്ചുള്ള ആ കരച്ചിലൊക്കെ നമ്മൾ കാണുന്നതാണ്. കാരണം നമ്മൾ കൂടെ നടക്കുന്നു, തൊട്ടടുത്തിരുന്ന് പഠിക്കുന്നു. പക്ഷേ അടുത്ത ദിവസം മുതൽ സ്കൂളിലേക്ക് എത്തുമ്പോൾ, ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ വിടവ് അവിടെ ഉണ്ടാവും. തങ്ങളുടെ സഹപാഠിയുടെ പേര് വിളിച്ച് കുട്ടികൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകില്ല എന്ന്, അതായത് രക്ഷിതാക്കൾ വിളിച്ച് ആ കുട്ടികളോട് വീടുകളിലേക്ക് പോകാം, നമുക്ക് മടങ്ങി പോകാം എന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകാതെ പൊട്ടി പൊട്ടി കരയുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളായിട്ട് പൊട്ടി പൊട്ടി കരയുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരൊക്കെ ഇവിടെ എത്തി. ഞങ്ങൾ വിളിച്ചാൽ അവൾ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വിളിക്കുകയാണ്. എഴുന്നേൽക്ക് റിത, എഴുന്നേൽക്ക് റിത എന്ന് പറഞ്ഞ് നിരന്തരം ഇങ്ങനെ തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരെ വിളിക്കുന്നത് നമുക്കിവിടെ കേൾക്കാം. ആ കുട്ടികൾ ഇനിയും മടങ്ങിപ്പോയിട്ടില്ല. ഞാനിവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടികളുടെ ഒപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച മറ്റു കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രമേൽ വലിയ വേദന അവരുടെ പങ്കുവെക്കുന്നത്. അവർ കുറച്ച് കുട്ടികളിവിടെ വന്നത് മുതൽ തന്നെ അവരിങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് തന്നെ. ഇതുവരെ അവരിവിടുന്ന് മടങ്ങിയിട്ടുമില്ല. കുട്ടികൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ പോവില്ല എന്ന് അവരുടെ അച്ഛനമ്മമാർ വിളിക്കുമ്പോൾ ഞങ്ങൾ വീടുകളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുകയാണ്. അവൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളൊപ്പം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ആ കുട്ടികളെ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം കൂടി ഇവിടെ വീട്ടിലെ പൊതുദർശനം ഉണ്ടാകും. 7:44 ആയിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി വീട്ടിലെ പൊതുദർശനം ഉണ്ടാകും. പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന് കുട്ടികളെ കാണുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ കുട്ടിയെ കണ്ട നിമിഷം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്തതാണ്. നിലവിട്ട് വാവിട്ട് കരയുകയായിരുന്നു അവരെല്ലാവരും തന്നെ. ഉറക്കെ ആർത്തു വിളിച്ച് ഞങ്ങളുടെ മോളെ അവർ തിരികെ വിളിക്കുകയായിരുന്നു. അവർക്കറിയാം ആ കുഞ്ഞിനി ഉണരില്ല എന്നറിയാമെങ്കിലും സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും അവർ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കുട്ടിയെ. ഇപ്പോഴും ആ കുട്ടിയുടെ അന്ത്യയാത്ര കാണുന്നതിന് വേണ്ടി ഈ വീട്ടുമുറ്റത്ത് അവരിയ്ക്കുന്നുണ്ട്. ഒരു കസേരയിട്ട് അവരിവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും. ഒരു ചെറിയ ചാറ്റൽ മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ നാടിൻ്റെ കണ്ണീരായിരിക്കാം ഒരു ചാറ്റൽ മഴയായി ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും കുറച്ച് സമയം കൂടി ഇനി ഈ പൊതുദർശനം ഉണ്ടാകും. 7:45 ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 8:15 വരെ മാത്രമേ ഈ പൊതുദർശനം ഉണ്ടാകൂ എന്നുള്ളതാണ് അറിയിക്കുന്നത്. കാരണം ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകളൊക്കെ ഉള്ളതിനാൽ മറ്റ് നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇവിടെ ഇപ്പോൾ ഉള്ള വീടുകളിൽ ഉള്ള പൊതുദർശനം ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്കായിരിക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. അവിടെയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് 2 മന്ത്രിമാർ അവിടെ എത്തി ഈ കുഞ്ഞുങ്ങളെ അവസാനമായി കാണുകയും സംസ്ഥാന സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. എല്ലാ നടപടികളും അതിനു വേണ്ടിയിട്ടുള്ളത് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളും ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ എത്തി കുട്ടികളെ കാണുകയാണ്. അവരുടനെ തന്നെ അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് എടുക്കും. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. അങ്ങനെ 4 പേരും ഒരുപക്ഷെ അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ എപ്പോഴും ഒരുമിച്ചായിരുന്ന, എപ്പോഴും എന്ത് കാര്യത്തിനും ഒരുമിച്ച് പോയിരുന്ന, പരീക്ഷയ്ക്കും സമീപത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു, അവിടെയാണെങ്കിൽ അവിടെയും പള്ളിയിലും എല്ലാം ഒരുമിച്ച് പല കാര്യങ്ങൾക്ക് പ്രാർത്ഥനകൾക്കും ഒക്കെ പോയിരുന്ന അവർ ഇനി ഒരുമിച്ച് മരണത്തിലേക്ക് മടങ്ങുകയാണ്. ആ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരൊരുമിച്ച് ഇനി ആ ഓഡിറ്റോറിയത്തിൽ അവരെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തും. അതിനുശേഷം തുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുക. ഏതാണ്ട് 11:30 മണിയോടുകൂടി നടപടികൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ ഉള്ളതിനാൽ അധികം വൈകാതെ തന്നെ, അതായത് അധികം കാത്തിരിക്കാതെ തന്നെ ഈ ഖബറടക്ക ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. ഈ ഓഡിറ്റോറിയത്തിലേക്കാണ് 2 മന്ത്രിമാരടക്കം എത്തുക. അതിനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്രീജിത്ത്, ക്രിസ്റ്റീന. ദിവസം പാലക്കാട് കരിമ്പയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ 4 കുഞ്ഞുങ്ങൾക്കും വിട നൽകുകയാണ് നാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടെ എത്തിയിട്ടുണ്ട്. കോങ്ങാട് MLA മുൻപ് തന്നെ അവിടെ എത്തിയിരുന്നു. സർക്കാരിൻ്റെ പ്രതിനിധികളായി 2 മന്ത്രിമാർ അല്പസമയത്തിനകം കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരും. കണ്ണീർക്കടലായി മാറിയിരിക്കുകയാണ് പനയമ്പാടം എന്ന പാലക്കാടൻ ഗ്രാമം. അവിടുത്തെ തീരാനോവായി 4 കുഞ്ഞുങ്ങൾ മാറിയിരിക്കുകയാണ്. ആ നോവായുള്ള അവരുടെ മടക്കം നാടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത് അവരുടെ സഹപാഠികളും സുഹൃത്തുക്കളും ബന്ധുക്കളും അധ്യാപകരും അടക്കമുള്ളവർ ഈ ഓരോ വീടുകളിലേക്കും എത്തുന്നത്. ഈ കാഴ്ചകളൊക്കെയാണ് പ്രേക്ഷകർ
കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറ്റചങ്ങാതികളായി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ വഴികളിലൂടെയാണ് വീണ്ടും ചേതനയറ്റ് അവർ മടങ്ങിയെത്തുന്നത്. നാടിന് തന്നെ സഹിക്കാൻ വയ്യാത്ത ദുഃഖമാണ്. ഓരോ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കളേറെ പ്രതീക്ഷയോടെ വളർത്തിയവരാണ്. ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് ഹിന്ദി പരീക്ഷ എഴുതുകയും ക്രിസ്മസ് അവധിക്കാലം എങ്ങനെ ചെലവഴിക്കണമെന്നുമൊക്കെ ചിന്തിച്ചുകൊണ്ടും ചെറിയ ചെറിയ പിണക്കങ്ങളും അതിലേറെ മനോഹരമായ സൗഹൃദങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു നോവായി മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിട ചൊല്ലുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. ഞങ്ങളുടെ പ്രതിനിധികൾ ഇവരുടെ വീടുകളിലുണ്ട്. വിവരങ്ങളുമായി ക്രിസ്റ്റിന, ഈ നാട് ഒന്നാകെ വിതുമ്പുന്ന നിമിഷങ്ങളാണ്. അവർ 4 പേർ മരണത്തിൽ അവർ 4 പേർ നഷ്ടമായിരിക്കുകയാണ്. ഒരു നാടിന്, ഒരു വീടുകൾക്ക് ഒക്കെ നഷ്ടമായിരിക്കുകയാണ്. ഇർഫാന ഷെറീൻ, റിദ ഫാത്തിമ, നിദ ഫാത്തിമ, AS ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ അവർ ഒന്നിച്ച് പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പോയി. പരീക്ഷ എഴുതിക്കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് ഈ ദാരുണമായ സംഭവമുണ്ടായത്. അവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ പരീക്ഷ എഴുതാൻ ഒന്നിച്ച് വന്നവരുടെ മൃതദേഹങ്ങൾ